നമസ്കാരം. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് US ഇപ്പോൾ ഹൂത്തികൾക്ക് നേരെ അവിടേക്ക് വലിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷമുള്ള ഒരു പ്രതീക്ഷയൊക്കെ തന്നെ താളം തെറ്റുകയാണ് ഇപ്പോൾ ഈ ഒരു അറ്റാക്കിലൂടെ നമുക്ക് അത് മനസ്സിലാകുന്നത്. ഇപ്പോൾ US അടക്കം പിടിച്ചു കുലക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു നാണക്കേടാകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് ഈ ഹൂത്തികളെ ആക്രമിക്കാനുള്ള ഒരു യുദ്ധരഹസ്യം ഇപ്പോൾ ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് തന്നെ ചോർന്നിരിക്കുകയാണ്. അതൊരു മാഗസീനിലൂടെ ഇപ്പോൾ അവിടെ പുറത്തു വന്നു. അതായത് ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഏത് ടൈമിലാണ് ആക്രമണം നടത്തുന്നത്, ഏതൊക്കെ യുദ്ധവിമാനങ്ങളാണ് പങ്കെടുക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മാഗസീനിലൂടെ. പക്ഷെ ആദ്യമൊക്കെ ട്രംപ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ അറിയില്ല, ഇങ്ങനെ ഒരു സംഭവം അറിയില്ല എന്നാണ് തള്ളിക്കളയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ തെളിവ് സഹിതം ഇപ്പോൾ മാഗസീനിലൂടെ പുറത്തു വന്നപ്പോൾ അവരുടെ പല ഉന്നത ഉദ്യോഗസ്ഥരും അത് തെറ്റേറ്റു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോ മനസ്സിലാക്കുന്നത് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത് ദി അറ്റ്ലാന്റിക് എന്ന് പറയുന്ന മാഗസിൻ, അതിന്റെ പത്രാധിപർ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ജെഫ്രി ഗോൾഡ്ബർഗ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്, അതിനെക്കുറിച്ച് കൂടി പറയാം. അടിക്കാനൊരു വടി ട്രംപ് തന്നെ ബൈഡൻ കൂട്ടരുടെ കയ്യിൽ കൊടുത്തതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വീണ്ടും റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും തമ്മിലുള്ളൊരു യുദ്ധത്തിലേക്ക് വഴി നയിക്കുന്ന ഒരു സംഭവമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പിന്നിലെ കാര്യം കൂടി പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ മാഗസീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അറ്റ്ലാന്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 100-150 വർഷത്തിലധികം 168 വർഷത്തോളം 1857 ഇത് പ്രചരണം ആരംഭിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, വിദേശകാര്യ സംഭവങ്ങളൊക്കെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അവര് പുറത്തുവിടാറുമുണ്ട് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ അവരൊരു പ്രധാന വിഷയമായി പുറത്തുവിട്ടിരിക്കുന്നത് മാർച്ച് 15 ഹൂതികൾക്ക് നേരെ അമേരിക്കൻ സൈനികർ നടത്തിയ, അമേരിക്കൻ വ്യോമസേന നടത്തിയ F-36ഉം F-18 ഫൈറ്റർ ജെറ്റും അടക്കം അണിനിരന്ന ഈ യുദ്ധത്തെക്കുറിച്ചാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് പുറത്തു വിട്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ട്രംപ് ഭരണകൂടം നടത്തിയത്. പക്ഷേ ഇതിനകത്ത് ആരൊക്കെ തന്നെ ഉണ്ട്, ആരൊക്കെയാണ് ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്? ഏകദേശം ഒരു 19 പേരോ മറ്റോ ആണ് ഈ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അതിലാണ് അബദ്ധവശാൽ ഈ അറ്റ്ലാന്റിക് മാഗസീന്റെ പത്രാധിപരെ കൂടി ആഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പല ആക്രമണ പദ്ധതികളുടെ മുൻ ആസൂത്രണങ്ങൾ, എന്തൊക്കെയായിരിക്കും ഇനി നടത്താനായി പോകുന്നത്, എങ്ങനെയായിരിക്കും പ്ലാൻ ഓഫ് ആക്ഷൻ, അത് കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും അതിന്റെ റിപ്പോർട്ട്, ഇതൊക്കെ തന്നെ കൃത്യമായി പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അമേരിക്കയുടെ തന്നെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് ഉണ്ട്. പുള്ളി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇതിനകത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് അടക്കം പല ആശങ്കകളും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ തള്ളിക്കളഞ്ഞപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ആശങ്കകൾ എടുത്തുയർത്തിയാണ് ചോദിക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ ഇദ്ദേഹം ചോദിച്ചില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പങ്കുവെച്ചിട്ടില്ലായിരുന്നു. ഇതിനകത്ത് യൂറോപ്പിന് നേർക്ക് നടത്തേണ്ട നീക്കങ്ങൾ, യൂറോപ്പിനെ സഹായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് JD വാൻസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു സംഭവമില്ലേ, ഇങ്ങനെ പല കാര്യങ്ങളും ഇവർ ചർച്ച ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആയപ്പോൾ ആകെ പ്രതിരോധത്തിലായി. മറ്റു നിവൃത്തിയൊന്നും തന്നെയില്ല. കാര്യം അമേരിക്കയുടെ ചാര ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തുളസി ഗബ്ബാർഡ്. നേരത്തെ തന്നെ നമുക്ക് വാർത്തകളിലൂടെ കണ്ടതാണ്. തുളസി ഗബ്ബാർഡ് ഈ അടുത്ത് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായിരുന്നു. ഡൽഹിയിൽ നടന്ന റൈസിന ഡയലോഗിലൊക്കെ പങ്കെടുത്ത് ശക്തമായി ഭീകരതയ്ക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയാണ്. നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായിരുന്നു. അപ്പോൾ അവരടക്കം ഇപ്പോൾ രംഗത്ത് വന്ന് ഒരു തെറ്റ് പറ്റിയെന്ന് ഏറ്റുപറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വലിയൊരു സുരക്ഷാ പിഴവ് തന്നെയാണ്. അതും അവർ സിഗ്നൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴിയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ഈ ചാറ്റ് പുറത്തായിരിക്കുന്നതെന്നും വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുണ്ട് നമുക്കിവിടെ അജിത് ഡോവൽ പോലെ, അമേരിക്കയ്ക്ക് മൈക്കിൾ വാട്സ് ഉണ്ട്. മൈക്കിൾ വാട്സ് ആണ് അബദ്ധത്തിൽ ഇദ്ദേഹത്തെ ആഡ് ചെയ്ത് ഒരു അബദ്ധമായിട്ട് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ മാഗസീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പത്രാധിപരെ കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ കാലമായി ഡെമോക്രാറ്റ്സിന് അനുകൂലമായി എല്ലാ തരത്തിലുള്ള ലേഖനങ്ങളും പ്രചരണങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു മന്ത്ലി മാഗസീനാണ് ദി അറ്റ്ലാന്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, തുടക്കത്തിൽ ഇത് എബ്രഹാം ലിങ്കനുമായി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ പിന്നീട് ഇത് നേരെ ഡെമോക്രാറ്റ്സിന് അനുകൂലമായ രീതിയിൽ സ്വീകരിക്കുകയുണ്ടായിരുന്നു. 2016 ട്രംപിന്റെ ഇലക്ഷൻ
വിഷയത്തെക്കുറിച്ച് ശക്തമായി നിശ്ചിതമായ വിമർശനം ഈ അറ്റ്ലാന്റിക് തന്നെ ഉയർത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ പറയുന്ന ഒരു ബാക്ക് സംഭവങ്ങളാണ് പറയുന്നത്. ഇതിനുശേഷം ട്രംപിന്റെ ഇംപീച്ച്മെന്റിന് വേണ്ടി ഒരു ആർട്ടിക്കിൾ തന്നെ ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴുണ്ടായ ഈ തെരഞ്ഞെടുപ്പ്, അതായത് 2020 ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പ്, ഇപ്പോഴുണ്ടായിരിക്കുന്ന 24 തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ തന്നെ ശക്തമായി ജോ ബൈഡന് വേണ്ടിയിട്ടും കമലാ ഹാരിസിന് വേണ്ടിയിട്ടും വാദിക്കുന്ന ഒരു പത്രമായി തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ 2024 തന്നെ ഒരു 24 ആർട്ടിക്കിൾ അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആർട്ടിക്കിൾ ആയിരുന്നു. ഇഫ് ട്രംപ് വിൻസ്, ട്രംപ് ജയിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ട്രംപ് ജയിച്ചാൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചല്ല, ട്രംപ് ജയിച്ചാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും മോശകരമായ അവസ്ഥ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, ഡെമോക്രാറ്റിക് നോമിനി ആയിട്ടുള്ള കമലാ ഹാരിസ് തന്നെ ആയിരിക്കണം ട്രംപിനെതിരെ മത്സരിക്കേണ്ടതും, കമലാ ഹാരിസ് തന്നെ ആയിരിക്കണം അതിൽ വിജയിക്കേണ്ടതെന്നും അവർ തന്നെ ഒരു സംശയവും ഇല്ലാതെ പറഞ്ഞിരിക്കുകയാണ്. അല്ല എങ്കിൽ അമേരിക്കയ്ക്ക് ഒരു തരത്തിലും ഇനി ഭാവിയിൽ ഒരു മുന്നേറ്റവും ഉണ്ടാവില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ കറുത്ത ഇരുണ്ട യുഗത്തിലേക്ക് അമേരിക്കയെ തള്ളിവിടും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് ഇതിനകത്ത് അറ്റ്ലാന്റിക്കിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അറ്റ്ലാന്റിക്കിന്റെ ഒരു പൊളിറ്റിക്സ് എന്താണ്? ഇവർക്ക് വൈറ്റ് ഹൗസില് പ്രവേശന അനുമതിയില്ല. അത് മാത്രമല്ല, അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോ ഭരണം മാറി മാറി വരുന്നു, ഓക്കെ ശരിയാണ്. ഇപ്പോ ഡെമോക്രാറ്റ്സ് ഇരിക്കുന്ന സമയത്ത്, അല്ല റിപ്പബ്ലിക്കൻസ് ഇരിക്കുന്ന സമയത്ത് അവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരെ ഒക്കെ തന്നെ പടിക്ക് പുറത്തു നിർത്തും. അങ്ങനെ ഒരു നിലപാട് അവിടെ സ്വീകരിക്കാറുണ്ട്. ഈ സമാനമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടിക്കാനുള്ള വടി കിട്ടുക. അങ്ങനെ കിട്ടുമ്പോൾ അത് അവർ ഉപയോഗിച്ചില്ലെങ്കിൽ അവരെയല്ലേ കുറ്റം പറയേണ്ടത്. ഇനി ഇതിനകത്തുള്ളൊരു സംശയം രണ്ടു തരത്തിൽ ഇതിനെ പറയാം. ഒന്ന്, ട്രംപ് എന്ന് പറഞ്ഞാൽ കൂർമ്മ ബുദ്ധിശാലിയാണ്. ട്രംപ് ഒരിക്കലും ഒരു ചെറിയ പഴുത് പോലും അവശേഷിപ്പിക്കത്തില്ല. അതുപോലെ ട്രംപിന്റെ മുൻ ഭരണം പോലെയല്ല, ആദ്യത്തെ ട്രംപിന്റെ ഭരണകാലയളവ് പോലെയല്ല രണ്ടാം ടൈമിൽ ട്രംപ് എത്തിയപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികളൊക്കെ തന്നെ മനസ്സിലാക്കി അതിന്റെ പകയൊക്കെ തന്നെ മനസ്സിൽ നീറി നിൽക്കുകയാണ്. അതിൽ ചെറിയ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അന്നങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ട്രംപിനെതിരായിട്ടുള്ള നീക്കത്തിൽ ട്രംപിന്റെ ഭവനത്തിൽ വീട്ടിലെത്തി അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ട്രംപിന്റെ ഭാര്യയുടെ അടിവസ്ത്രം വരെ പരിശോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഭരണാധികാരി അതൊക്കെ പോട്ടെ, ഒരു ഭർത്താവ് എന്ന നിലയിൽ കണ്ടു നിൽക്കാനോ സഹിക്കാനോ പറ്റുന്ന ഒരു വിഷയമാണോ അത്? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വലിയ ഉത്കണ്ഠയും വലിയ പകയും ഒക്കെ തന്നെയാണ് അടങ്ങാതെ ട്രംപിന്റെ മനസ്സിൽ കിടക്കുന്നത്. അതിന്റെ ഒക്കെ തന്നെ പരിണത ഫലം ബൈഡനും ലഭിക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരെ പൊളിച്ചെഴുത്ത് ഇതിനുശേഷം ട്രംപ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മെഗാ ക്യാമ്പയിൻ, ഇത് ട്രംപ് മുന്നോട്ട് വെക്കുന്നതിന്റെ കാരണവും ബൈഡൻ നടത്തിയിട്ടുള്ള മോശകരമായിട്ടുള്ള പ്രവർത്തികളും അനാവശ്യമായി അമേരിക്കയുടെ സമ്പത്ത് ദൂർത്തടിക്കുക മീൻസ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി സൈനിക സഹായം നൽകുന്നതും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നതും നാറ്റോയ്ക്കും മറ്റുമൊക്കെ വെറുതെ, യൂറോപ്യൻ യൂണിയനൊക്കെ വെറുതെ കാശ് കൊടുത്ത് വേസ്റ്റ് ആക്കുകയാണ്, അമേരിക്കയുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കുമ്പോൾ ഇതിൽ അസ്വാരസ്യം വലിയ രീതിയിൽ തന്നെ ഉണ്ടാവും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഇവരൊക്കെ തന്നെ ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നുകിൽ ട്രംപിനെ അടിക്കാൻ ട്രംപിന്റെ കൂടെ ഉള്ളവർ ഒറ്റ കൊടുത്തതായിരിക്കണം എന്ന് വേണം ഒന്നുകിൽ കരുതാൻ. രണ്ടാമതായി പറയുകയാണെങ്കിൽ ട്രംപ് ഇട്ടുകൊടുത്ത ചെറിയൊരു എന്തോ ചൂണ്ടയാണ്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാണുമെന്ന് വേണം സംശയിക്കാൻ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം, ഇത്രയും പ്രധാനപ്പെട്ട ഒരു സാധനം, അതിനകത്ത് വെറും ഒരു രഹസ്യ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ പോലും അത്രയും സൂക്ഷ്മത പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് അമേരിക്ക പോലൊരു രാജ്യം, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഇരിക്കുന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരും അതുപോലെ മേധാവിയും ഒക്കെ തന്നെ വളരെ പേര് കേട്ടവരാണ്. അപ്പോൾ പീറ്റ് ഹെക്സത്ത് ഒക്കെ ആണെങ്കിൽ പ്രതിരോധ സെക്രട്ടറി ആയി ചുമതല ഏറ്റെടുത്ത് തൊട്ട് പിന്നാലെ പല കാര്യങ്ങളാണ് ട്രംപിന് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തൊക്കെ അജണ്ടകളാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്, എന്തൊക്കെ ആയിരിക്കും അമേരിക്കയുടെ ഇനിയുള്ള 4 വർഷത്തെ നീക്കങ്ങൾ, ഇതിനൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, അതും കേവലം 19 പേരുള്ള ഒരു ഗ്രൂപ്പ് മിസ്റ്റേക്ക് ഉണ്ടാവും എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണ്. പക്ഷെ ഇപ്പോ കൃത്യമായി അറ്റ്ലാന്റിക്കിലൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതായിരുന്നു ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നത്. അതായത് മാർച്ച് 15 തീയതിയിലത്തെ ആക്രമണം, അതിനെ ഹൂതി PC സ്മോൾ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിട്ട് അവർ പറയുന്നുണ്ട്. അതായത് ഓരോരുത്തരും ഓരോ പ്രധാനപ്പെട്ട മേഖലയിലുള്ള ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ നിന്നും, കരസേനയിൽ നിന്നും, വ്യോമസേനയിൽ നിന്നും മറ്റു ഇതിനുമായിട്ട് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നു. ഈ 19 പേര് അവരൊക്കെ തന്നെ മറ്റൊരാളെ റെഫർ ചെയ്യുക, അതിനെയാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതിലൂടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക, വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി മുന്നോട്ട് പോകേണ്ട, അതായത് CA ഡയറക്ടർ ഉൾപ്പെടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു.
ഈ ഗ്രൂപ്പ് ചാറ്റ് പൂർണ്ണമായിട്ടും പുറത്തുവിടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തുറന്ന് സമ്മതിക്കേണ്ട ഒരു സാഹചര്യം പോലും ഞാൻ ഇത് 2 ദിവസം മുമ്പ് ഈ വാർത്ത വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അന്ന് ഈ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിരുന്നില്ല. ഈ പറയുന്ന ജെഫ്രി ഗോൾസ്ബർഗ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ സംസാരിച്ചിരിക്കുന്നത്, അത് പുറത്തു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാവരും എതിർത്തപ്പോഴാണ് ഇപ്പോൾ എല്ലാം ഈ ഒരു പുറത്തു വിട്ടിരിക്കുന്നത്. ഡീറ്റെയിൽസ് അടക്കം കറക്റ്റ് ടൈം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഗ്രൂപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രൂപ്പല്ല അറ്റ്ലാന്റിക്കിന്റെ റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് കൃത്യമായി ഇത് പറയുന്നുണ്ട്. മാർച്ച് 11 ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി. മാർച്ച് 11 ഉണ്ടാക്കിയ ഈ ഗ്രൂപ്പില് ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇനി ആദ്യം ചെയ്തിരുന്നത് നമ്മൾ വാട്സപ്പിലൊക്കെ ഉള്ള ഡിസപ്പിയറിംഗ് മെസ്സേജ് ഉണ്ടല്ലോ, അത് നമുക്ക് സെറ്റ് ചെയ്യാം. 24 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവുന്ന രീതിയിൽ 7 ദിവസം, 90 ദിവസം, 30 ദിവസം എന്നൊക്കെ പറഞ്ഞ് ക്രമീകരിക്കാമല്ലോ. ഈ രീതിയിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, ഈ ഗ്രൂപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്നിട്ട് പലതരത്തിലുള്ള ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഒരു ആശയപരമായ ഒരു ഇത്, അതായത് JD Vance ആദ്യം ഇങ്ങനെ ഒരു സംഭവം വേണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ എല്ലാവരും ഒരുപോലെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ശരി ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞ് തന്നെയാണ് JD Vance നിൽക്കുന്നത്. അങ്ങനെ ആദ്യം ഒരാഴ്ച എന്ന് പറഞ്ഞ് ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഇട്ടത് പിന്നീട് അത് 4 ആഴ്ചത്തേക്ക് നീട്ടുകയാണ് ചെയ്തത്. അതായത് ഇത് ഹൂതികളുടെ 11-ാം തീയതി തുടങ്ങി 15-ാം തീയതി ആക്രമണം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. കേവലം 5 ദിവസത്തെ കാര്യമുള്ളൂ. അത് കണക്കൂട്ടിയാണ് ഈ 7 ദിവസത്തെ ഡിസിപ്ലിനിങ് മെസ്സേജ് ഇട്ടത്. പക്ഷെ അത് വീണ്ടും ഒരു 4 ആഴ്ചത്തേക്ക് മാറ്റിയിരുന്നു. അതിന്റെ ഉദ്ദേശം അവിടെ മാത്രമല്ല മറ്റെന്തൊക്കെയോ നീക്കങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. പ്രിൻസിപ്പൽസ് ഗ്രൂപ്പ് എന്നാണ് ഈ ആക്രമണം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഇത് പറയുന്നത്, പൊതുവിൽ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ ഏറ്റവും മികച്ച ആളുകളെ കണ്ടെത്തിയിട്ട് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആക്കി മാറ്റി അവരെ നിർദ്ദേശിച്ച് ഓരോരുത്തരും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ള സൂചന കൊടുത്തത്. അപ്പോ എന്തായിരുന്നാലും ഇങ്ങനൊരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതും ഇതിനുശേഷം മാർച്ച് 15-ാം തീയതി രാവിലെ ഒരു 11:45 കൂടി ആക്രമണം നടത്താൻ പോകുന്നു എന്ന വിവരം ഗ്രൂപ്പിനെ അറിയിച്ചിട്ടും നമുക്ക് ക്ലൈമറ്റ് ഒക്കെ തന്നെ അനുകൂലമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ആക്രമണം ദൗത്യം ആരംഭിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചു. പിന്നാലെ ഉച്ചയ്ക്ക് 12:15 ആദ്യത്തെ ആക്രമണത്തിന് വേണ്ടി F-18 യുദ്ധവിമാനം പറന്നുയർന്നു. 1:45 F-18 ആക്രമണം തുടങ്ങി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ, അതായത് പ്രസിഷൻ കില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആരൊക്കെയാണോ അമേരിക്കയുടെ ശത്രുക്കൾ അവരുടെയൊക്കെ തന്നെ തലയെടുക്കാൻ ഏറ്റവും കൃത്യതയോടുകൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡ്രോണാണ്. ആളില്ല UAV ആണ്, ആളില്ല വിമാനമാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയും ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും വ്യോമസേനാ സഹായം തേടിക്കൊണ്ടും ഒക്കെ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത്. 2 മണിയോടുകൂടി F-18 വിമാനങ്ങൾ അടുത്ത ആക്രമണം ആരംഭിച്ചു. 3:30 രണ്ടാമത്തെ ആക്രമണം ഉണ്ടായി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായ അപ്ഡേഷൻ പോലെ തന്നെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൈക്കിൾ വാട്സ് ആണെങ്കിൽ ആദ്യത്തെ ആക്രമണം വിജയിച്ചതായിട്ടൊരു 2 മണിയോടുകൂടി സൂചന കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരുടെ ലക്ഷ്യം അതിനെ ഭേദിച്ചു. ലക്ഷ്യമാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ലക്ഷ്യം കണ്ടെത്തി ലക്ഷ്യത്തെ തകർത്തു എന്നുള്ള സൂചനയും പുറകെ തന്നെ കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു, ഇതിനെ അഭിനന്ദിക്കുന്നു, ഇനി അടുത്ത പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നു. ഇതൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം അദ്ദേഹം ഒരു തമാശയായിട്ട് എടുത്തെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം അത് ഇത്രയും ഉന്നത തന്നെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമോ, ഇങ്ങനെ ഒരു സംശയമാണ് വന്നത്. പ്രത്യേകിച്ച് ഈ മാധ്യമ പ്രവർത്തകന്റെ രാഷ്ട്രീയം കൂടി പരിശോധിക്കുമ്പോൾ എതിർകക്ഷിയിലുള്ള, ഞാനിപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയുകയാണ്. അതായത് ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ്, കരസേന, വ്യോമസേന, നാവികസേന മേധാവിമാര്, റോ മേധാവി, അതുപോലെ തന്നെ NSA അജിത് ഡോവൽ, ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. അതിനകത്തേക്ക് ഞാൻ മോശകരമായി പറയല്ല, എന്നിരുന്നാലും രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ, എതിർപക്ഷത്തുള്ള ഒരു വ്യക്തിയെ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ സർജിക്കൽ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റൂ? ഒരിക്കലും ഇല്ല. അവിടെ തന്നെയാണ് ഏറ്റവും സംശയം ഉയരുന്നത്. ഇങ്ങനെ ഒരു തെറ്റ് ഒരു കാരണവശാലും അമേരിക്കയുടെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, 19 പേരുള്ള ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ, അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തതെന്നുള്ളത് പുറം ലോകത്തോട് വിളിച്ചു പറയാനായി ഒരാൾ വേണം. അതിന് ആയുധമായി ഉപയോഗിച്ചു. 1 രൂപ പോലും ചെലവാക്കാതെ ഫ്രീ പ്രൊമോഷൻ പോലെ എന്തോ ഒരു പരിപാടി ചെയ്തിരിക്കുന്നു. അത് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും ട്രംപ് ചുമ്മാതൊന്നും ഒരു കാര്യങ്ങളും ചെയ്യൂല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു ബിസിനസ്സുകാരനാണ്, ടെക്നോക്രാറ്റാണ്. അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പഠിച്ചതും 2016 മുതൽ ഇതുവരെ പഠിച്ച ഒരു കാര്യവും
എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ എന്തോ ഉണ്ട് എന്ന് തന്നെ ഞാനും സംശയിക്കുന്നു. Malayali Warta Plus, like, share and subscribe.